വാർത്തകളിലേക്കാണ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സ്ഫോടനം. സൈനികർ സഞ്ചരിച്ച വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 10 പാക് സൈനികർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. രഞ്ജിൽ രാജ് ഉണ്ട് വിവരങ്ങളുമായി. രഞ്ജിൽ, ബലൂചിസ്ഥാന് വേണ്ടിയുള്ള വാദങ്ങളും ബലൂച്ച് ലിബറേഷന്റെ ഇതേപോലെയുള്ള ആക്രമണങ്ങളും ഒക്കെ പതിവാണ് പാകിസ്ഥാനിൽ. എന്നാൽ ഇന്ത്യയുമായിട്ട് പാകിസ്ഥാൻ നയതന്ത്ര യുദ്ധം തുടരുന്നൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ആക്രമണം പാകിസ്ഥാൻ ഭരണകൂടത്തിനും പാകിസ്ഥാൻ സൈന്യത്തിനു മേലും കനത്തൊരു പ്രഹരം തന്നെയാണ്. എങ്ങനെയാണ് ആക്രമണത്തിന്റെ വിവരങ്ങൾ? തീർച്ചയായും കാളിദാസ്, ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈനികർക്ക് നേരെ ഒരു സ്ഫോടനം, അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈനികർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ ഒരു ആക്രമണത്തിൽ 10 സൈനികരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ബലൂചിസ്ഥാനിലെ ക്വറ്റയിൽ പാകിസ്ഥാൻ സൈന്യം സഞ്ചരിച്ച വാഹനത്തിന് നേരെ IED റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് ഇത്തരം ഒരു ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ഫോടനം നടത്തിയിരിക്കുന്നത്. ഈ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അവർ തന്നെയാണ് ഇതിന്റെ ഈ ഒരു ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടത്. ഈ ഒരു ആക്രമണത്തിന് പിന്നാലെ ഈ ഒരു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തന്നെ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ആർമി, അല്ലെങ്കിൽ പോരാടുന്ന ഒരു വിഭാഗം എന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ പാർട്ടിയെ അവർ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ആ ഒരു ലിബറേഷന് വേണ്ടി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഇത്തരം ഒരു ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ ഒരു ആക്രമണം തുടരും എന്ന് തന്നെയാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നാലെ അവർ പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ആക്രമണത്തിന് പിന്നാലെ അവർ പങ്കുവച്ച ഒരു പോസ്റ്റും ഇതിനോളം തന്നെ സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ പ്രചരിക്കുന്നുണ്ട്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരും. കാരണം ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത്തരത്തിൽ ഒരു പാക് സൈന്യം, അല്ലെങ്കിൽ ആ ഒരു ഭരണകൂടത്തിനെതിരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ ഇനിയും തുടരുമെന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും നിലവിൽ 10 പാക് സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ബലൂചിസ്ഥാനിലെ ക്വറ്റ മേഖലയിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് IED ബോംബ് ബ്ലാസ്റ്റ് ആണ് നടത്തിയിരിക്കുന്നത്. നിലവിൽ 10 പേരുടെ ഒരു മരണവിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ ആർക്കെങ്കിലും പരിക്കോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഈ ഒരു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂചിസ്ഥാൻ ലിബറേഷൻ പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. കാളിദാസ്.